തിരുവചന ധ്യാനം നിർവഹിക്കും. ശമാസനാണ് ഈ വർഷത്തെ വൈദിക സെമിനാരിയിലെ ഗസ്റ്റ് പ്രീച്ചർ. തുമ്പോൾ ഭദ്രാസനത്തിന് വേണ്ടി പഠിക്കുകയും വയലപ്പുറ സെന്റ് ജോർജ് ഓർത്തഡോക്സ് ഇടവക അംഗവുമാണ്. ശമാസിനെ തിരുവചന ധ്യാനത്തിനായിട്ട് ക്ഷണിക്കും. പ്രതിബദ്ധതയില്ലാത്ത ചുമതലകളും പ്രതിബദ്ധതയില്ലാത്ത സാക്ഷ്യങ്ങളും പ്രതിബദ്ധതയില്ലാത്ത ആരാധനകളും ഉയരുന്നുണ്ട് ഇന്നിവിടെ. കാനായി കുഞ്ഞിരാമനെ കാണാൻ ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത്, കല്ലുരുട്ടി വെച്ചിരിക്കുകയാണ് നിങ്ങൾ, വലിയ കല്ലുകൾ. നിങ്ങളുടെയൊക്കെ ആരാധനാലയങ്ങൾ വലിയ കല്ലുകളാണ്. അവന്റെ കല്ലറയുടെ മുമ്പിൽ ഉരുട്ടി വെച്ചിരിക്കുന്ന വലിയ കല്ലറകളാണ്. ഉയർത്തെഴുന്നേൽപ്പോൾ നീയൊന്നും അവനെ അനുവദിക്കുന്നില്ല. ഇന്നും ആളുകൾ അടിച്ചിട്ട് ആ കുരിശിലേക്ക് അവനെ തറച്ചു വെച്ചിരിക്കുകയാണ്. ഒന്ന് വിമോചനത്തിന് വേണ്ടി ക്രിസ്തുവിനെ അനുവദിക്കുന്നില്ല. ഒന്ന് ഉയർത്തെഴുന്നേൽപ്പോൾ ക്രിസ്തുവിനെ അനുവദിക്കാതെ നമ്മുടെ ആരാധനാലയങ്ങളും നമ്മുടെ ആരാധനകളും മാറിപ്പോയിട്ടുണ്ട്. സത്യമല്ലേ അദ്ദേഹം പറഞ്ഞു? സാക്ഷ്യങ്ങളും സ്നേഹപ്രകടനങ്ങളും ആരാധനകളും വെറുതെ അധര വ്യായാമമായി മണിക്കൂറുകൾ നീളുന്നുണ്ടെങ്കിലും അതൊന്നും ആത്മാർത്ഥതയില്ലാതെയായി മാറിപ്പോകുന്നുണ്ടെങ്കിൽ ഈ നിമിഷം ഈ വെള്ളി കുറെ കൂടി ആത്മാർത്ഥതയോടെ അവൻ നെഞ്ചിനോട് ചേർന്നുകൊണ്ട് ആ പ്രതിധ്വനിയെ കേൾക്കുവാനുള്ള വെള്ളിയാണ്. ആരാധനയുടെ ഭാവത്തെ പറ്റി ചിന്തിച്ചു നോക്കുക. ഗെത്സമനയുടെ മുകളിലേക്ക് ഒന്ന് നോക്കിയാൽ മതി, വേറെ പോകണ്ട. അവിടെ രണ്ട് കൂട്ടം ആളുകളുണ്ട്. ഒരാൾ ഒറ്റയ്ക്കാണ് ക്രിസ്തു, മറ്റൊരു ശിഷ്യന്മാരാണ്. രണ്ടുപേർക്കും ഏകദേശം സമാനമായ ഭാവങ്ങളുണ്ട്. ശിഷ്യന്മാർ വിഷാദത്തോടെ ഇരിക്കുകയായിരുന്നു. ക്രിസ്തു പോവുകയാണെന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാൻ പോയതാണ്. വിഷാദത്തോടെ ഉറങ്ങുകയായിരുന്നു ശിഷ്യന്മാർ. ക്രിസ്തു ചെയ്തത് അതിന് വ്യത്യസ്തമാണ്. അതിവേദനയോടെ കഴിയുകയായിരുന്നു ക്രിസ്തു. അതിവേദനയോടെ കഴിയുകയായിരുന്നു ക്രിസ്തു. അതുകൊണ്ട് വേദപുസ്തകത്തിൽ പറയുന്നത് അതിവേദനയോടെ അവൻ അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. പ്രാണവേദനയോടെ കരഞ്ഞിട്ട് അവനെ വിയർപ്പ് പോലും രക്തമായി നിലത്ത് വീഴുമ്പോ അവന്റെ പ്രാർത്ഥന അതിശ്രദ്ധയുള്ള പ്രാർത്ഥനയായിരുന്നു. പലപ്പോഴും ദുഃഖവെള്ളിയുടെ ആരാധന വെറുതെ വിഷാദം നിറഞ്ഞതായി നാം ഭാവിക്കുകയും അഭിനയിക്കുകയും ചെയ്യുകയാണ്. ക്രിസ്തുവിനോട് ചേർന്ന് സമരസപ്പെടുവാൻ ശ്രമിക്കുമ്പോൾ ഇത് വെറും അഭിനയമായി മാറിപ്പോകാറുണ്ടോ? ഇത് നാച്ചുറലായി അറിയാതെ തന്നെ നമ്മുടെ മനസ്സിൽ നിന്നും അവൻ നെഞ്ചോട് ചേർന്ന് നിൽക്കുമ്പോൾ അറിയാതെ നമ്മിൽ നിന്ന് ഉയരുന്ന ഒരു അതിവേദനയായി മാറുന്നുണ്ടോ? അവിടെയാണ് അത് പ്രതിബദ്ധതയുടെയും ആത്മാർത്ഥതയുടെയും വെള്ളിയായി മാറുക. കുറെ കൂടി ആത്മാർത്ഥമായിട്ട് ചേർന്ന് നിൽക്കേണ്ടത് നമ്മുടെ കൗദാശികത. നമ്മൾ ഈ ജീവിതം കുറെ കൂടി ആത്മാർത്ഥതയുള്ളതായി മാറേണ്ടതുണ്ട്. നമ്മുടെ കണ്ണുനീര് കുറെ കൂടി ആത്മാർത്ഥതയുള്ളതായി മാറേണ്ടിയിരിക്കുന്നു. ഏലിയ പ്രവാചകൻ യോർദാന്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ അവൻ വീശിയത് ഒരു കണ്ണുനീരിന്റെ പുതപ്പിനെയാണെന്ന് നാം ആവർത്തിച്ച് കേട്ടിട്ടുണ്ട്. വീണ്ടും ആവർത്തിക്കുമ്പോൾ അടച്ചിട്ട മുറിയിൽ അനവധി പ്രാവശ്യം നിലവിളിച്ചു പോയിട്ടുള്ള ദിവസങ്ങളും നിമിഷങ്ങളും ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം. ആരും കാണാതെ നിലവിളിച്ചു പോയിട്ടുള്ള ജീവിതാനുഭവങ്ങൾ ഒരുപക്ഷെ നമുക്കുണ്ടായിരിക്കാം. ഏലിയാവ് ഗുഹയ്ക്കുള്ളിലുള്ള നിലവിളിച്ച മനുഷ്യനാണ്. തന്റെ പിന്നിൽ മരണമുണ്ട്. മുമ്പിൽ പ്രതീക്ഷകളും പ്രത്യാശകളും ഒന്നുമില്ലാതെ ജീവിക്കുന്ന ഏലിയാവ്, അവന്റെ പുതപ്പ് കണ്ണുനീര് കൊണ്ട് നനഞ്ഞ പുതപ്പാണ്. ജീവിത പ്രതിസന്ധികളും ജീവിത അനുഭവത്തിന്റെയും പുതപ്പിനെ എടുത്തുകൊണ്ടാണ് അവൻ യോർദാന്റെ മേലെ വീശിയപ്പോ ജീവിതത്തിലെ വലിയ പ്രതിസന്ധി ഇല്ലാതെയായി മാറിപ്പോകുന്നത്. മോശയിലേക്ക് നോക്കിയാൽ മതി. ജീവിതത്തിൽ വലിയ പ്രതിസന്ധിയായിട്ട് ഈ ചെങ്കടൽ വന്ന് നിൽക്കുമ്പോ അവൻ വീശുന്നത് അവൻ കയ്യിലിരിക്കുന്ന വടിയാണ്. വേദപുസ്തകത്തിൽ പറയുന്നുണ്ട് ആ വടിയെ പറ്റി, ദൈവത്തിന്റെ വടി. ഫറവോന്റെ വടി സർപ്പമായി മാറിയപ്പോൾ
ദൈവത്തിൻ്റെതായ എന്തൊക്കെ നമ്മൾ നഷ്ടപ്പെടുമ്പോഴാണ് പ്രതിസന്ധികളെ നേരിടുവാൻ നാം തകർന്നു പോകുന്നത്. പ്രതിസന്ധികളുടെ മുമ്പിൽ നാം തകർന്നു പോകുന്നത് ദൈവത്തിൻ്റെതായ എന്തൊക്കെയോ നമ്മൾ നഷ്ടപ്പെട്ടു പോയിട്ടാണ്. യോശുവ പ്രവാചകൻ ന്യായാധിപനെ പോലെ ധരിക്കുമ്പോ യോർദാന്റെ മുമ്പിൽ നിൽക്കുമ്പോ അവിടെ അവന് മുമ്പിൽ വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നത്. അവൻ പറയുന്നതൊന്നും മറ്റൊന്നുമല്ല. ആവർത്തിക്കുമ്പോൾ സാക്ഷ്യപ്പെട്ടകം എടുത്തുകൊണ്ട് പുരോഹിതന്മാർ ഈ നദിയെ ചവിട്ടുമ്പോൾ ഈ നദി രണ്ടായി മാറിപ്പോകും. പുരോഹിതന്മാർ സാക്ഷ്യപ്പെട്ടകവും എടുത്തുകൊണ്ട് ഈ നദിയെ ചവിട്ടുമ്പോൾ രണ്ടായി മാറിപ്പോകും. കൗനാശികരുടെ പ്രതീകമാണിത്. ദൈവം വസിക്കുന്ന സാക്ഷ്യപ്പെട്ടകം വഹിച്ചുകൊണ്ട് നാം പ്രവർത്തിക്കുന്ന ഓരോ പ്രവർത്തനവും കൗനാശികയായി മാറ്റുമ്പോൾ, ഒരു കുരിശുമര പോലും കൂനാശിയാക്കി മാറ്റുമ്പോഴാണ് കുറെ കൂടി ആത്മാർത്ഥതയുള്ള ജീവിതമായി നമ്മുടെ ജീവിതങ്ങൾ മാറുക. കണ്ണുനീര് കുറെ കൂടി ആത്മാർത്ഥമാകുമ്പോ, ജീവിതത്തെ കുറച്ചുകൂടി ആത്മാർത്ഥമായിട്ട് സമീപിക്കുമ്പോ, നമ്മുടെ കൗനാശിക ജീവിതത്തെ കുറെ കൂടി ആത്മാർത്ഥതയോടെ ശ്രമിക്കുകയും അനുഭവിക്കുകയും ചെയ്യുമ്പോൾ, ഒരുമനപ്പെട്ടുകൊണ്ട് സാക്ഷ്യപ്പെട്ടകത്തെ വഹിക്കുവാനുള്ള ഒരു വലിയ വിളി നമ്മുടെ മുമ്പിലുണ്ട്. അത് സഭയായിക്കോട്ടെ, പുരോഹിതന്മാരായിക്കോട്ടെ, ദൈവജനമായിക്കോട്ടെ, നമ്മുടെ കുരിശുമരങ്ങളും നമ്മുടെ പ്രാർത്ഥനകളും ഒരുമനപ്പെട്ടുകൊണ്ട് ഈ സാക്ഷ്യപ്പെട്ടകം വഹിക്കുന്ന ഒരു അനുഭവമായി മാറട്ടെ. അവിടെ ക്രിസ്തു വഹിച്ച കുരിശിനെ പറ്റി എബ്രായരുടെ ലേഖനത്തിൽ പറയുന്ന പ്രകാരമാണ്. 2 വാക്യങ്ങളിൽ ലളിതമായി പറയുകയാണ്, വളരെ ലളിതമായി പറയുന്നത് ഇപ്രകാരമാണ്. എബ്രായരുടെ ലേഖനം 12-ാം അധ്യായം 2-ാം വാക്യം. അപമാനം അലക്ഷ്യമാക്കി അവൻ കുരിശിനെ സഹിച്ചു. അപമാനം അലക്ഷ്യമാക്കി അവൻ കുരിശിനെ സഹിച്ചു. ഈ പ്രപഞ്ചത്തിലെ യാതൊരു പരിഹാസവും അപമാനവും അവന് കാര്യമായിരുന്നില്ല. കാരണം അതിനേക്കാൾ വിലയേറിയ സ്നേഹം അവൻ ഈ മനുഷ്യനുണ്ടായിരുന്നു. സ്വന്തം കുഞ്ഞിനെ പറ്റി ലോകത്തിൽ ആര് അപഹസിച്ചു പറഞ്ഞാലും അമ്മ വിശ്വസിക്കില്ല. വിശ്വസിച്ചാലും ചേർത്ത് പിടിക്കാനുള്ള മനസ്സ് ഒരു അമ്മയ്ക്കുണ്ട്. ക്രിസ്തു ചേർത്ത് പിടിക്കുകയാണ് തന്റെ കുഞ്ഞിനെ, നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ്, ഹൃദയമിടിപ്പ് കേൾക്കുവാൻ. ഇന്ന് ഈ വെള്ളിയാഴ്ച അപമാനം അലക്ഷ്യമാക്കി കുരിശിനെ സഹിച്ച ക്രിസ്തുവിനെയാണ് നാം അനുസ്മരിക്കുന്നത്. എബ്രായരുടെ ലേഖനം 13-ാം അധ്യായം 13-ാം വാക്യത്തിൽ പാളയത്തിന് പുറത്ത് അവൻ കുരിശിനെ സഹിച്ചു. അപമാനം അലക്ഷ്യമാക്കിയത് മാത്രമല്ല, പാളയത്തിന് പുറത്ത് അവൻ ഈ കുരിശിനെ സഹിച്ചു. ആവർത്തിക്കട്ടെ, പാളയം ജനമില്ലാത്ത ഇടമാണ്, ആർക്കും വേണ്ടാത്ത ഇടമാണ്. പാളയത്തിന് പുറം ആർക്കും വേണ്ടാത്ത ഇടമാണ്. പാളയത്തിന് ഉൾവശത്ത് ജനനിബിഡമാണ്. ജനങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ പാളയത്തിനുള്ളിലാണ്. പാളയത്തിന് പുറത്ത് ആർക്കും വേണ്ടാത്തവർ കിടക്കുന്ന ഇടമാണ്. ദുഃഖൻ ഓശാന ഞായറാഴ്ച ക്രിസ്തു തിരഞ്ഞെടുത്ത കഴുതക്കുട്ടി ഈ പാളയത്തിന് പുറത്ത് കിടന്നതാണ്. നഗരത്തിലേക്ക്, ഗ്രാമത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ കഴുതക്കുട്ടിയെ കാണും. ആർക്കും വേണ്ടാത്ത കഴുതകളാണ് അവിടെ കിടക്കുന്നത്. ഭാരം ചുമക്കുവാനും മനുഷ്യന് പ്രയോജനമുള്ള കഴുതകൾ പാളയത്തിനുള്ളിലുണ്ട്. ആർക്കും പ്രയോജനമില്ലാത്ത, പ്രയോജനഹീനമായ കൊട്ടക്കഴുതകൾ പാളയത്തിന് പുറത്ത് കെട്ടിയിട്ടിരിക്കുകയാണ്. യജമാനന് പോലും വേണ്ട. ക്രിസ്തു പറയുകയാണ്, ഐ വാണ്ട് യു, എനിക്ക് നിന്നെയാണ് വേണ്ടത്. ലോകം വേണ്ട എന്ന് പറയുമ്പോ, പാളയം വേണ്ട എന്ന് പറയുമ്പോ, സമൂഹം വേണ്ട എന്ന് പറയുമ്പോ, ഒറ്റപ്പെടുത്തുമ്പോ, പരിഹസിച്ച് ഇല്ലാതാക്കുവാൻ ശ്രമിക്കുമ്പോ, ക്രിസ്തു പറയുകയാണ്, എനിക്ക് നിന്നെയാണ് വേണ്ടത്. ഈ കഴിവയാണ് എനിക്ക് വേണ്ടത്. ഒട്ടക്കഴുത എന്ന് ഒരുപാട് പ്രാവശ്യം വിളി കേട്ടിട്ടില്ലേ? അങ്ങനെയല്ലേ പലപ്പോഴും നാം അടച്ചിട്ട് കരഞ്ഞു പോയിട്ടുള്ളത്? ഈ സമൂഹം പരിഹസിച്ചിട്ടില്ലേ? അവിടെ ക്രിസ്തു പറയുകയാണ്, എനിക്ക് നിന്നെയാണ് വേണ്ടത്. പാളയത്തിന് പുറത്ത് ഒരു കുഷ്ഠരോഗി ഉണ്ടെന്ന് നമുക്കറിയാം. ശരീരം മുഴുവൻ വിടം ബാധിച്ച മനുഷ്യൻ. അവന്റെ അടുക്കിലേക്ക് ക്രിസ്തു ഓടിയെത്തിയിട്ട് അവനെ തൊട്ട് സൗഖ്യമാക്കുകയാണ്. പാളയത്തിന് പുറത്ത് കിടക്കുന്ന ഒറ്റപ്പെട്ട സംഗീതങ്ങൾ നിറഞ്ഞ, പ്രതിസന്ധികൾ നിറഞ്ഞ ജീവിത സാഹചര്യം ഉണ്ടാകുമ്പോൾ ആ പ്രതിസന്ധികളെ മറികടക്കുവാൻ നമ്മെ ഇടയാക്കുന്നത് ഈ മണിനാഥമല്ല, അതിന്റെ ഇടയിലെ നിശബ്ദതയാണ്. അടിയേൽക്കുന്ന, പരിഹാസമേൽക്കുന്ന, ചട്ടവാറേൽക്കുന്ന വലിയ ശബ്ദങ്ങളുണ്ടായിരിക്കാം. അതിന്റെ ഇടയിൽ ചില നിശബ്ദതകളുണ്ട്. ആ നിശബ്ദതകളിലാണ് നമ്മുടെ സഹനം കിടക്കുന്നത്. ആ നിശബ്ദതകളിലേക്ക് നമ്മുടെ ശ്രദ്ധയോടെ കേന്ദ്രീകരിക്കുമ്പോൾ അത് ഔദാശികതയുടെയും കുറെ കൂടി ആത്മാർത്ഥമായ ഒരു സമീപനമായി മാറും. ജീവിതത്തിലേക്കുള്ള ഒരു ആത്മാർത്ഥമായ സമീപനമായി മാറും.
അതുകൊണ്ടാണ് ദൈവസ്നേഹിയായ ഗീവർഗീസ് ഇവാനിയോസ് തിരുമേനി പറഞ്ഞത്, ദുഃഖവെള്ളി സഹനത്തിന്റെ വലിയ പെരുന്നാളാണ്. ദുഃഖവെള്ളി സഹനത്തിന്റെ വലിയ പെരുന്നാളാണ്. സഹനത്തിന്റെ പെരുന്നാൾ ഇത് ദൈവാനുഗ്രഹമാണ്. സഹനം ദൈവാനുഗ്രഹമാണ്. ദൈവ കൃപ, ദൈവ കരുണ തിരിച്ചറിയുവാനുള്ള അവസരമാണിത്. ഗീവർഗീസ് ഇവാനിയോസ് തിരുമേനി ജീവിതത്തിൽ സഹനം കണ്ടനുഭവിച്ച്, ജീവിത പ്രതിസന്ധികൾ അനുഭവിച്ച്, അടിച്ചമർത്തിയ ജീവിതം അനുഭവിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ആ തിരിച്ചറിവിൽ നിന്നും ലോകത്തോട് വിളിച്ചു പറഞ്ഞ വാക്കാണ് ദുഃഖവെള്ളി സഹനത്തിന്റെ വലിയ പെരുന്നാളാണ്. ഞാൻ അനുഭവിച്ച സഹനത്തെക്കാൾ എത്രയോ വലിയ സഹനത്തിന്റെ വലിയ പെരുന്നാൾ അനുഭവിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുകയാണ് ഇത് എന്ന് ആ വലിയ പിതാവ് നമ്മെ ഓർമ്മിക്കുകയാണ്. ഇത് ദൈവ കരുണ തിരിച്ചറിയുവാനുള്ള വലിയ ദിവസമാണ്. പ്രതിബദ്ധതയുടെയും ആത്മാർത്ഥതയുടെയും പ്രതിധ്വനികൾ മുഴങ്ങുന്ന ഇടവേള. രണ്ടാമതായി ദൈവശക്തിയുടെ പ്രതിധ്വനി മുഴങ്ങുന്ന ദുഃഖവെള്ളി. ദൈവശക്തിയുടെ പ്രതിധ്വനി മുഴങ്ങുന്ന കുരിശ്, ദൈവശക്തിയുടെ പ്രതിധ്വനി മുഴങ്ങുന്ന മുറിവുകൾ. ഇതിനെയാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത്. കോപ്റ്റിക് സഭയുടെ പാത്രീസായിരുന്ന പോപ്പ് ഷിനോഡയാണ് ഈ ദൈവദർശനത്തെ പറ്റിയും ദൈവ സാന്നിധ്യത്തെ പറ്റിയും വിശദമാക്കുന്നത്. കുരിശ് ദൈവദർശനത്തിന്റെ മുദ്രയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. വലിയ നോയമ്പിനെ വലിയ പ്രസക്തിയോട് കണ്ട് ആദരിച്ചിരുന്ന വലിയ പിതാവാണ് പോപ്പ് ഷിനോഡ. ഓർത്തഡോക്സ് സഭയിൽ ഒരംഗം എന്ന നിലയിലും ഒരു സഹോദര സഭയുടെ പരമാധ്യക്ഷൻ എന്ന നിലയിലും ശ്രേഷ്ഠനായി വിശുദ്ധനായി ജീവിച്ച ഒരു മനുഷ്യന്റെ വാക്കുകൾ. കുരിശ് ദൈവദർശനത്തിന്റെ മുദ്രയാണ്. രണ്ട് മരച്ചുവടുകളുണ്ട് നാം ശ്രദ്ധിക്കാതെ പോകുന്ന രണ്ട് മരച്ചുവടുകൾ. ഒന്ന് യോനയുടെ മരച്ചുവടാണ്. യോനയുടെ മരച്ചുവട്ടിൽ നിന്നുകൊണ്ട് ഈ യോന ചിന്തിക്കുന്നത് വിചിത്രമായ കാര്യങ്ങളൊന്നുമല്ല. അവൻ 3 ദിവസം കഠിനമായ നയം അനുഭവിച്ചവനാണ്, അനുഷ്ഠിച്ചവനാണ്. നാട് മുഴുവൻ നടന്ന് സുവിശേഷം പറഞ്ഞവനാണ്. വലിയ പ്രവാചകനായിട്ട് തലയെടുത്തവനാണ്. പക്ഷേ മരത്തിന്റെ ചുവട്ടിൽ നിന്നിട്ട് അവൻ ചിന്തിക്കുന്നത് താഴെയിരിക്കുന്ന ജനതയുടെ നാശമാണ്. നമ്മുടെ നോയമ്പുകളും നമ്മുടെ നമസ്കാരങ്ങളും നമ്മുടെ പ്രാർത്ഥനകളും ഒക്കെ അവസാനിക്കുന്നത് ആരുടെയെങ്കിലും നാശത്തെ കുറിച്ചിട്ടാണ്. എന്ത് രൂപാന്തരമാണ് നാം ഇതുകൊണ്ടുണ്ടാക്കുന്നത്? ആത്മാർത്ഥ നഷ്ടപ്പെടുമ്പോ ദൈവത്തെ ദർശിക്കാൻ കഴിയാതെ പോകുമ്പോഴുണ്ടാകുന്ന അനുഭവമല്ലേ ഈ മരച്ചുവട്ടിലെ അനുഭവം. കുരിശിന്റെ ചുവട്ടിൽ നിൽക്കുമ്പോ യോനയുടെ മരച്ചുവടായി നമ്മുടെ നൈവ നമസ്കാരവും ഈ ആരാധനയും ദുഃഖവെള്ളിയും മാറുന്നത്. അബ്രഹാമിന്റെ മരച്ചുവടുണ്ട്. 3 പേരെ സൽക്കരിച്ച ഒരു മരത്തിന്റെ ചുവട്. ദൈവത്തെ ശുശ്രൂഷിക്കുവാൻ വേണ്ടി അവൻ തിരഞ്ഞെടുത്തതാണ് ആ മരത്തിന്റെ ചുവട്. ലോകത്തെ പരിഹസിക്കുവാനും ഉപദ്രവിക്കുവാനും